നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CMRLന് നൽകിയ കരിമണൽ ഖനന ലൈസൻസ് റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത് മാസപ്പടി വിവാദം ഉയർന്നതിനു ശേഷം മാത്രം. കരിമണൽ ഖനന ലൈസൻസ് റദ്ദാക്കാൻ കേന്ദ്രം 2019 നിയമ ഭേദഗതി കൊണ്ടുവന്നിരുന്നു. ഖനനം പൊതുമേഖലയിൽ മാത്രം മതിയെന്നും സ്വകാര്യ മേഖലയിൽ ഇതിന് അനുമതി ഇല്ല എന്നുമായിരുന്നു ഭേദഗതി. ഇതിനുശേഷം സംസ്ഥാന സർക്കാരിന് ലൈസൻസ് റദ്ദാക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ 5 വർഷം വെച്ച് വൈകിപ്പിച്ച ശേഷം 2023 ഡിസംബർ 18 വ്യവസായ വകുപ്പ് ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. CMRLനെ സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചിട്ടുണ്ട്. കരിമണൽ ഖനനം പൊതുമേഖലയിൽ നിലനിർത്താൻ 2004 മുതൽ വിവിധ സർക്കാരുകൾ സ്വീകരിച്ച നയം അട്ടിമറിക്കാൻ ശ്രമിച്ചത് പിണറായി വിജയൻ സർക്കാരാണ്. മാസപ്പടി കേസിൽ പ്രധാന പ്രതി മുഖ്യമന്ത്രിയാണ് എന്നും CMRLന് കരിമണൽ ഖനനാനുമതി ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു. കമ്പനിക്ക് വേണ്ടി അനുകൂല നിലപാട് സ്വീകരിച്ചതിന്റെ പ്രതിഫലമായി 2016 മുതൽ 3 വർഷം മകൾ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ വന്നതായും മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു. ഇപ്പോൾ അതിനെ ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി രാഷ്ട്രീയത്തെയും അധികാരത്തെയും മാധ്യമങ്ങളെയും സമർത്ഥമായി ഉപയോഗിച്ച വ്യവസായി തന്നെയാണ് മൂവാറ്റുപുഴ പുല്ലുവഴി സ്വദേശിയായ CMRL MD ശശിധരൻ കർത്ത. 1996 ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി കരിമണൽ സംസ്കരിച്ച് സിന്തറ്റിക് റൂട്ടൈൽ നിർമ്മിക്കുന്ന സ്ഥാപനമായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് CMRL തുടങ്ങി. കണ്ണടച്ചു തുറക്കും മുൻപേ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള വ്യവസായിയായി ശശിധരൻ കർത്ത മാറുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. ആലപ്പാട് ഖനനം നടത്താനുള്ള അധികാരം IREക്കും KMRLനും മാത്രമാണ് ഉള്ളത്. എന്നെങ്കിലും സ്വകാര്യ കമ്പനികളെ ഖനനത്തിന് അനുവദിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇയാൾ അവിടെ ഭൂമി വാങ്ങിക്കൂട്ടിയത്. സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾക്ക് ഖനനത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് CMRLന് വേണ്ടി കർത്ത സുപ്രീം കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടുകയും ചെയ്തിരുന്നു. സ്വകാര്യ കമ്പനികൾക്ക് കരിമണൽ ഖനനം നടത്താമെന്നും എന്നാൽ ഏതൊക്കെ മേഖലകളിൽ കമ്പനികളെ ഖനനം നടത്താൻ അനുവദിക്കണം എന്നത് സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാമെന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. 2003-2004 കാലത്ത് കരിമണൽ ഖനനത്തിനുള്ള 4 കരാറാണ് CMRLന് ലഭിച്ചത്. 1000 കോടിക്ക് മുകളിലുള്ള ഇടപാടായിരുന്നു ഇത്. പിന്നാലെ കരാർ നടപടികൾ സർക്കാർ സ്റ്റേ ചെയ്തു. കരാർ തിരിച്ചുപിടിക്കാൻ CMRL ശ്രമിച്ചുവെങ്കിലും അന്ന് ഉണ്ടായിരുന്ന ആന്റണി VS അച്യുതാനന്ദൻ സർക്കാരുകൾ അതിന് തയ്യാറായില്ല. കരിമണൽ ഖനനത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം മതി എന്ന നിലപാടായിരുന്നു VS സർക്കാരിൻ്റേത്. കേസ് സുപ്രീം കോടതി വരെ എത്തി. സുപ്രീം കോടതി ഉത്തരവിൽ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാൻ അവസരം ലഭിച്ചുവെങ്കിലും ഇതിന്റെ നടപടികൾ നടക്കുമ്പോൾ പിണറായി സർക്കാർ അധികാരത്തിലെത്തി. ഇതോടെ ഖനന അനുമതി ലഭിക്കാൻ CMRL അപേക്ഷ നൽകുകയായിരുന്നു. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അപകടകരമായ രാസവസ്തുക്കൾ ചേർന്ന മാലിന്യങ്ങൾ കർത്തായുടെ സ്വാധീനത്തിൽ അപകടകരം അല്ലാത്തവയായി മാറി. ഇടത് വലത് BJP വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വാരിക്കോരിക്കൊടുത്ത് ശശിധരൻ കർത്തയും വ്യവസായവും പടർന്നു പന്തലിച്ചു. എന്തിനേറെ CITU നേതാവും വ്യവസായ മന്ത്രിയുമായിരുന്ന എളമരം കരീം 2010 പത്മശ്രീക്കായി കർത്തയുടെ പേര് ശുപാർശ ചെയ്യുന്നതുവരെ എത്തിയിരുന്നു കാര്യങ്ങൾ. VS അച്യുതാനന്ദനുമായുള്ള കർത്തയ്ക്കുള്ള അടുത്ത സൗഹൃദവും ഒരു കാലത്ത് മാധ്യമങ്ങൾക്ക് വലിയ വാർത്തകളായി മാറിയതാണ്. 2014 മാതൃമലയാളം എന്ന പേരിൽ പത്രം കൂടി തുടങ്ങിയതോടെ മാധ്യമ മുതലാളിമാരും കർത്തയുടെ പോക്കറ്റിലായി. പെരിയാറിനെ മലിനീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനിയുടെ ഉടമ എന്ന നിലയിൽ പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും ശശിധരൻ കർത്തയ്ക്കെതിരെ പലതവണ സമരത്തിന് ഇറങ്ങിയിരുന്നു. ഇയാൾക്കെതിരെ സമരം ചെയ്ത പരിസ്ഥിതി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ടുകയും ചെയ്തു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് കർത്തയുടെ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ 3 വർഷത്തിനിടെ 1.72 കോടി രൂപ ലഭിച്ചു എന്ന വാർത്ത വിവാദമായതോടെയാണ് കരിമണൽ കർത്ത വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. CMRLനെ സഹായിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതായും അതിന് പ്രതിഫലമായാണ് മകൾ വീണയ്ക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ മാസപ്പടി ലഭിച്ചതെന്നും കോൺഗ്രസ് നേതാവ് ആരോപിച്ചിരുന്നു. കമ്പനിക്ക് കാര്യങ്ങൾ അനുകൂലമാക്കാനാണ് ഉത്തരവിറക്കാൻ വൈകിയതെന്നും കുഴൽനാടൻ അഭിപ്രായപ്പെട്ടിരുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.